നമ്മൾ BNSSൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമ്മളിനിയപ്പോൾ പെട്ടെന്ന് അടുത്തടുത്ത് തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ സെക്ഷൻ 38 വരെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് സെക്ഷൻ 39 മുതലാണ്. സെക്ഷൻ 39 എന്ന് പറയുന്നത് പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിച്ചാലുള്ള അറസ്റ്റിനെ കുറിച്ചിട്ടാണ്. അറസ്റ്റ് ഓൺ റെഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് റെസിഡൻസ്. ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പം എന്തെങ്കിലും നമ്മളൊരു കുറ്റം എന്തെങ്കിലും ചെയ്തു, അത് പോലീസുകാർക്ക് ഡൗട്ട് തോന്നി നമ്മളെന്തോ കുറ്റം ചെയ്തു, അത് അപ്പോൾ പോലീസുകാർക്ക് എന്തുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യാനായിട്ടൊരു അധികാരമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വഴിയിൽ വെച്ചൊരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായിട്ട് പോലീസ് കണ്ടു. അപ്പോൾ പോലീസ് വന്നിട്ട് നമ്മുടെ രേഖകൾ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ എവിടെ നിന്നുള്ള ആളാണ്, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് വന്നു. നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്ത ഒരാളാണെങ്കിൽ എന്ത് പറയും? സത്യാവസ്ഥ പറയില്ല. അപ്പം ചിലപ്പോൾ കള്ളത്തരായിരിക്കും പറയാം. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കള്ളത്തരാന്ന് പോലീസിന് തോന്നിക്കഴിഞ്ഞാൽ പോലീസിന് എന്ത് ചെയ്യാം? നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആ പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് പറ്റും. അതായത് നമ്മൾ തെറ്റായ പേരും വിവരവും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പോലീസിന് തെറ്റാണെന്നൊരു സംശയം തോന്നുകയാണെങ്കിൽ നമുക്ക് പോലീസിന് വേണമെങ്കിൽ നമ്മുടെ സത്യാവസ്ഥ കണ്ടെത്തുന്നത് വരെ പോലീസ് നമ്മളെ അറസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ശരിയായ പേരും താമസമെല്ലാം കണ്ടെത്തിയിട്ട് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലൊക്കെ ഹാജരാക്കിയിട്ട് വേണമെങ്കിൽ നമ്മളെ ജാമ്യത്തിന് വിട്ടയക്കാം. ഇനി വേറെ പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ആ വ്യക്തി ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജാമ്യത്തിനായിട്ട് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ തന്നെ ഒരാളെ റെഡിയാക്കി കൊടുക്കാം. അതാണ് സെക്ഷൻ 39 പറയുന്നത്. അപ്പോൾ 9 എന്ന് പറഞ്ഞ നമ്പർ കാണുമ്പോൾ ആലോചിക്കാം. 9 എന്ന് പറയുമ്പോൾ അവരൊന്നും ഇന്ത്യയിലെ ശരിയായ പേരും അഡ്രസ്സും നമുക്ക് തരില്ല. അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ പോലീസിന് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അറസ്റ്റ് ഓൺ റിഫ്യൂസൽ ടു ഗീവ് നെയിം ആൻഡ് റെസിഡൻസ്. അടുത്തതാണ് സെക്ഷൻ 40. സെക്ഷൻ 40 പറയുന്നത് സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെ അറസ്റ്റ് ചെയ്താൽ കിട്ടണ നടപടിക്രമങ്ങളാണ്. അതായത് ഇവിടെ എന്താ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഓൾറെഡി ഒരു ഗുണ്ടയാണെന്ന് നമുക്കറിയാം. അതായത് ഒരാൾ ഒരു ഗുണ്ടയാണെന്ന് നമുക്കറിയാം. ആ പരിസരത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കള്ളനാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പൊതുസ്ഥലത്ത് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗുണ്ടയാണെങ്കിൽ ആരെങ്കിലും തല്ലേ, അങ്ങനെ അനാവശ്യമായിട്ടൊരു നിരാലംബരായ ആൾക്കാരെ ഉപദ്രവിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു കള്ളനാണെങ്കിൽ പൊതുമുതൽ എന്തെങ്കിലും കക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കൺമുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു അധികാരിയൊന്നുമല്ലല്ലോ. അപ്പം എന്ത് ചെയ്യാം? അധികാരം ഇല്ലെങ്കിലും നമുക്ക് ആളെ അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ആ പ്രൈവറ്റ് പേഴ്സൺ എന്ന് ഉദ്ദേശിച്ചത്. അതായത് സ്വകാര്യ വ്യക്തിയായാലും എന്ത് ചെയ്യാം? ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. 41 പറയുന്നത് കുറ്റവാളി എന്ന കുത്തപ്പെട്ട ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്തതും കോഗ്നൈസിബിൾ ആയ ഒരു കുറ്റം തൻ്റെ മുന്നിൽ വെച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഒരു സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 6 മണിക്കൂറിന് ഉള്ളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി. ഇനി ഇപ്രകാരം അറസ്റ്റ് ചെയ്ത വ്യക്തി ചെയ്താണ് കുറ്റം എന്താണ് വാറണ്ട് ഇല്ലാത്ത കുറ്റമാണെന്നുണ്ടെങ്കിൽ പോലീസിന് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പോലീസിന് അയാളെ കസ്റ്റഡിയിൽ എടുക്കാം. ഇനി ഈ പിടിച്ചുകൊണ്ട് വന്ന വ്യക്തി കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലീസിന് തോന്നി കഴിഞ്ഞാൽ ആളതുപോലെ തന്നെ വിട്ടയക്കുകയും ചെയ്യാം. അതാണ് സെക്ഷൻ 40 പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് ആലോചിക്കുക. 4 ആൾക്കാരെ മുന്നേ വെച്ചിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യാം? അവർ നമ്മളെ ചുറ്റുകൂട്ടി പോലീസിൽ ഏൽപ്പിക്കും. അങ്ങനെ ആലോചിക്കുക. 4 ആൾക്കാരെ മുന്നേ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ 0 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ചുരുട്ടി കൂട്ടാന്ന് ആലോചിക്കുക. 4 ആൾക്കാർ മുന്നേ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവർ നമ്മളെ ചുരുട്ടി കൂട്ടി അറസ്റ്റ് ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കാം. സെക്ഷൻ 40. ഇനിയുള്ളതാണ് സെക്ഷൻ 41. സെക്ഷൻ 41 പറയുന്നത് മജിസ്ട്രേറ്റിനാലുള്ള അറസ്റ്റിനെ കുറിച്ചിട്ടാണ്. അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്. അതായത് ഇവിടെ പറയുന്നത് ഒരു മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ തൻ്റെ സാന്നിധ്യത്താലോ അധികാരപരിധിക്കുള്ളിലോ ആരെങ്കിലും കുറ്റം ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റിനെ സ്വന്തമായിട്ട് അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ ഏൽപ്പിച്ചുകൊണ്ട്, സാധാരണ വേറൊരു സ്വകാര്യ വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ആളെ അറസ്റ്റ് ചെയ്യാം. മജിസ്ട്രേറ്റിന് അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് സൂചിപ്പിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 41. അടുത്തതാണ് സെക്ഷൻ 42. സെക്ഷൻ 42 പറയുന്നത് സായുധ സേനകൾക്ക് അറസ്റ്റ് ചെയ്യുന്നുള്ള സംരക്ഷണത്തിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ സെക്ഷൻ 35 മുതൽ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അറസ്റ്റ് ചെയ്യേണ്ടി വരിക അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇത്രയും പറഞ്ഞ സാഹചര്യങ്ങളിൽ നമ്മളിപ്പോൾ 41 മജിസ്ട്രേറ്റിൻ്റെ അധികാരപരിധി വരെ പറഞ്ഞു അറസ്റ്റ് ചെയ്യാനുള്ളത്. ഇത്രയും സാഹചര്യങ്ങളിൽ ആള് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു സായുധ സേന അംഗമാണെങ്കിൽ
അവർ നമുക്ക് ഓടിച്ചെന്ന് സംസ്ഥാന സർക്കാരിന് ഡയറക്റ്റ് ചെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതം വാങ്ങിയ ശേഷം മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സായുധ സേനാംഗങ്ങളുടെ ഒരു പ്രത്യേക പവറാണത്. അവരെ വേഗം ചെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രത്യേകമായിട്ടുള്ള സമ്മതം വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത് പറയണേ? സെക്ഷൻ 42, പ്രൊട്ടക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ആംഡ് ഫോഴ്സസ് ഫ്രം അറസ്റ്റ്. ഇനി പറയുന്നതാണ് സെക്ഷൻ 43. സെക്ഷൻ 43 പറയുന്നത് എങ്ങനെ അറസ്റ്റ് ചെയ്യാം, അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, അറസ്റ്റ് ഹൗ മെയ്ഡ് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മൂന്ന് ായിട്ട് ചെറിയൊരു കണക്ഷൻ പോലെ കാണാൻ പറ്റാനില്ലേ? അങ്ങനെയാണത് ആലോചിച്ച് വെച്ചേക്കണേ. സെക്ഷൻ 43 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ. ഇനി കുറച്ച് സാഹചര്യങ്ങൾ പറയുന്നതാണ് എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റാന്നുള്ളത്. അതായത് ആദ്യത്തെ പറയുന്നത് വാക്കാലോ പ്രവർത്തിയാലോ ഒരു വ്യക്തിനെ, ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിക്കോ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പറയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം, പോലീസിൽ ഏൽപ്പിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാണെങ്കിൽ കുഴപ്പമില്ല, മാന്യമായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി അടുത്തതിൽ പറയുന്നത് ചിലർ കീഴടങ്ങില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അറസ്റ്റിനായിട്ട് കീഴടങ്ങില്ല. അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യാം? ബലമായിട്ട് കുറച്ച് ബലം ഉപയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഇനി ഒരു സ്ത്രീനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആൾ കീഴടങ്ങാണ്ട് ബലം പ്രയോഗമൊക്കെ നടത്തുകയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ചെന്ന് ഇടപെടാൻ പറ്റില്ല. ഒരു വനിതാ പോലീസാണ്. ഒപ്പം വനിതാ പോലീസിന്റെ സാഹചര്യത്തിൽ മാത്രമാണ് ആ സ്ത്രീനെ സ്പർശിക്കാൻ കൂടി പാടുള്ളൂ, അല്ലാണ്ട് പോലീസ് ഇടപെടാൻ പാടില്ല. ഇനിയിപ്പോൾ സ്ത്രീ സ്വമേധയാ വന്ന് കീഴടങ്ങുകയാണെങ്കിൽ അത് അറസ്റ്റ് ചെയ്തതായിട്ട് അനുമാനിക്കപ്പെടാവുന്നതാണ്. അങ്ങനെ വരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഒരു വനിതാ പോലീസിന് എപ്പോഴും എന്തുണ്ടാവണം? ഒപ്പം ഉണ്ടാവണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആള് അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ബലപ്രയോഗം നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ പോലീസ് ബലപ്രയോഗം നടത്തിയ ആൾ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാം, ആൾ പിന്നെയും ചിലപ്പോൾ കത്തി ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബലപ്രയോഗം നടത്തുകയാണെങ്കിൽ പോലീസിന് ആവശ്യമെന്ന് തോന്നുന്ന എന്ത് മാർഗം ഉപയോഗിച്ചും ആളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പറയുന്നത് കുറ്റകൃത്യത്തിന്റെ ആ കാഠിന്യം, തീവ്രതയ്ക്ക് അനുസരിച്ച് സ്വഭാവമൊക്കെ കണക്കിലെടുത്ത് അറസ്റ്റ് ചെയ്യുന്ന ആളെ എന്ത് ചെയ്യാം? കൈവിലങ്ങിട്ട് കൊണ്ടുപോകാം. അതാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതാണ്. സെക്ഷൻ 43 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ചോദ്യം വരാം. സബ്സെക്ഷനായിട്ട് ചോദിച്ചാലും വലിയ കുഴപ്പമുണ്ടാവില്ല. സെക്ഷൻ 43 എന്നുള്ള ഈ നമ്പർ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഈ കൈവിലങ്ങ് നമ്മൾ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. കൈവിലങ്ങ് ഉപയോഗിക്കുന്നത് സ്ഥിരം കുറ്റവാളികൾക്ക്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവർക്ക്, അല്ലെങ്കിൽ സംഘടിത കുറ്റകൃത്യം, തീവ്രവാദ പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ടുള്ള കുറ്റം ചെയ്യുക, അങ്ങനത്തെ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവർക്കാണ് കൈവിലങ്ങ് ഇട്ടുകൊണ്ട് പോവുക. അതാണ് പറയുന്നത്. കൈവിലങ്ങ് ആർക്കൊക്കെ ഉപയോഗിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറെ കാര്യമുണ്ട്. വധശിക്ഷയ്ക്കോ ജീവപര്യന്തമോ ഇവ രണ്ടും ഒരുമിച്ചോ കിട്ടാനായിട്ട് സാധ്യത ഇല്ലാത്തത്, അതായത് വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ആള്, അങ്ങനത്തെ ആൾക്കാരെ ഭയങ്കര ബലം പ്രയോഗിച്ച ആള് മരണം സംഭവിക്കാനിടയുള്ള രീതിയിലുള്ള ബലപ്രയോഗമൊന്നും നടത്താനായിട്ട് പാടില്ല. പിന്നെ പറയുന്നത് അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ സ്ത്രീയെ രാത്രി സമയത്ത്, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യോദയത്തിന് മുമ്പും, അതായത് രാത്രി സമയങ്ങളിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ഇനി ഒരു സ്പെഷ്യൽ കേസ് ഉണ്ടായി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വനിതാ പോലീസ് ഓഫീസർ രേഖാമൂലമുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അധികാരപരിധിയിലുള്ള 1ാം ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്ന് അനുമതി വാങ്ങണം. പ്രത്യേകം എന്തെങ്കിലും അങ്ങനെ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി CRPCയിലെ സെക്ഷൻ 46 അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിച്ചിട്ടുണ്ടാണ്. അത് ആലോചിച്ച് വയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ സെക്ഷൻ 43. അടുത്തതാണ് സെക്ഷൻ 44. സെക്ഷൻ 44 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആള് പ്രവേശിച്ച സ്ഥലത്തിന്റെ തിരച്ചിലിനെ കുറിച്ചിട്ടാണ്. അതായത് സെർച്ചിനെ കുറിച്ചിട്ട്. അതായത് ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക, 4 സൈഡിലേക്ക് 4 പേരെ വിട്ട് സെർച്ച് ചെയ്യാൻ ആലോചിക്കുക. അതായത് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരാളൊരു വീടിൻ്റെ ഉള്ളിലൊക്കെ ഒളിച്ചിരിക്കാന്ന് വയ്ക്കുക, പോലീസിന് എന്തിൻ്റെ ഒരു അധികാരമുണ്ട്? ആ വീട് തുറന്ന് ആള് അതിൻ്റെ അകത്തുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ പോലീസിന് ആ വീട് തുറന്ന്, അല്ലെങ്കിൽ വീടിൻ്റെ ജനലോ എന്തെങ്കിലുമൊക്കെ തകർത്ത്, പുറംവാതിലൊക്കെ തകർത്ത് ഉള്ളിലേക്ക് കയറി ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 44 പറയുന്നത്. സെർച്ച് ഓഫ് പ്ലേസ് എൻറ്റേർഡ് ബൈ പേഴ്സൺ സോട്ട് ടു ബി അറസ്റ്റഡ്. ഇനി പറയുന്നതാണ് സെക്ഷൻ 45. അതായത് മറ്റു അധികാരപരിധികളിലേക്ക് കുറ്റവാളികളെ പിന്തുടരല്.
അതായത് അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് അധികാരമുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെ പോയാലും ആളെ പിന്തുടർന്ന് പോയിട്ട് അറസ്റ്റ് ചെയ്യാം. അതായത് മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് അവരെ കുറ്റവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതൊരു നല്ല സിനിമയാണ്. അത് ഈ സെക്ഷൻ 45 ഓർക്കണം. അതായത് ഇന്ത്യയുടെ പുറത്താണെങ്കിലും ഇന്ത്യയുടെ പുറത്തല്ല, കേരളത്തിന് പുറത്താണെങ്കിലും ഉള്ളിലുള്ള എവിടെ സ്ഥലത്ത് പോയിട്ടും എന്ത് ചെയ്യാം, ആളെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ എവിടെ പോയാലും ആളെ എന്ത് ചെയ്യാൻ പറ്റും, പിന്തുടർന്ന് ആളെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ജയിലിൽ കൊണ്ട് അടയ്ക്കാൻ പറ്റും. അത് പോലീസിന്റെ ഒരു പവറാണ് അവിടെ പറയുന്നത്. സെക്ഷൻ 45 എന്ന് പറയുമ്പോൾ 4 ദിക്കിലും അരിച്ചു പറക്കാന്ന് ആലോചിക്കുക. അതായത് 4 ദിക്കിലും 5 എന്ന് പറയുമ്പോൾ അരിച്ചു പറക്കാനുള്ള ഇതുണ്ട്, അങ്ങനെ ആലോചിക്കുക. സെക്ഷൻ 45. ഇനി സെക്ഷൻ 46 പറയുന്നത് അനാവശ്യമായ നിയന്ത്രണം പാടില്ല. അതായത് നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി രക്ഷപ്പെടുന്നത് തടയാനായിട്ട് നമുക്ക് ഓരോ മെഷേഴ്സ് എടുക്കാൻ പറ്റും. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഓവറായിട്ട് പോകാൻ പാടില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി രക്ഷപ്പെടുന്നത് തടയാനായിട്ട് ഓവറായിട്ട് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ല. അതായത് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അങ്ങനെ. അതാണ് പറയുന്നത്. അത് ഓർത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ആലോചിക്കാം. 4 ദിക്കിൽ വേണമെങ്കിൽ അന്വേഷിക്കാം, പക്ഷെ അത് 6 ദിക്കാവാൻ പാടില്ല. അതായത് 4, 6 എന്ന് പറയുമ്പോൾ ഓവറാവാൻ പാടില്ല എന്ന് ആലോചിക്കാം. അനാവശ്യമായ നിയന്ത്രണം അല്ലെങ്കിൽ വിലക്കുകൾ പാടില്ല. അടുത്തത് പറയുന്നതാണ് സെക്ഷൻ 47. സെക്ഷൻ 47 പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശം അറിയിക്കണമെന്ന്. അതായത് ആദ്യം പറയുന്നത് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആളോട് പറയണം. നമ്മളിപ്പോൾ പോലീസ് ആണെങ്കിൽ ആളോട് പറയണം, താങ്കൾ എന്തിനാണ് അറസ്റ്റ് ചെയ്താണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ അറിയിക്കണം. അതിനാൾക്ക് അവകാശമുണ്ട് അതറിയാനായിട്ട്. ഇനി ജാമ്യമില്ല കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തി അല്ലാതെ, ജാമ്യമില്ലാത്ത നോൺ കോഗ്നൈസിബിൾ അല്ലാത്ത മറ്റെന്ത് ഇതാണെങ്കിലും ആളെ അറിയിക്കണം. അതായത് താങ്കൾക്ക് ജാമ്യം കിട്ടാനായിട്ട് അവകാശമുണ്ട്, അർഹതയുണ്ടെന്ന് ആൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി അയാൾക്ക് ജാമ്യക്കാരെ ഏർപ്പാടാക്കാമെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം, ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞറിയിക്കണം. അതാണ് എന്തിൽ പറയണേ, സെക്ഷൻ 47 പറയണേ. അപ്പം നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ സെക്ഷനും നന്നായിട്ട് പഠിക്കാം. നമ്മൾ അടുപ്പിച്ച് തന്നെ ഇനി പെട്ടെന്ന് ഇത് തീർക്കേണ്ടതായിരിക്കും. മെയ് 17 സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനും പ്രിപ്പയർ ചെയ്യണവരുണ്ടാവും. ഇനി നമ്മുടെ എക്സാം വരുന്നതിന് ജൂലൈയിലാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഈ പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് തീർക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള സെക്ഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ.